പഠിക്കേണ്ടതുപോലെ പഠിച്ചാൽ നമുക്ക് കിട്ടേണ്ട റാങ്ക് നമുക്ക് കിട്ടിയിരിക്കും. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾ ഇതൊന്ന് മനസ്സിൽ വെച്ചിരുന്നാൽ കൊള്ളാം. ബിക്കോസ് എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, മെയിൻസ് പരീക്ഷ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻസ് പരീക്ഷയ്ക്ക് പേപ്പർ 1 പേപ്പർ 2 രണ്ട് പേപ്പറായി. അതുകൊണ്ട് ഭയങ്കര പാടാണ് ഈ എക്സാം, ഇത് പഠിച്ചാൽ പാസ്സാവാനൊന്നും ഒക്കത്തില്ല എന്നൊക്കെ പല സ്ഥലത്തും നമ്മൾ കേൾക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന രണ്ട് കാര്യങ്ങൾ. ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മത്സരിക്കുന്ന അന്യഗ്രഹ ജീവികളോടല്ല, മറ്റ് കുട്ടികളുമായിട്ടാണ്, കേരളത്തിൽ തന്നെയുള്ള മറ്റ് PH ഉദ്യോഗാർത്ഥികളോട് നിങ്ങൾ മത്സരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, മെയിൻസ് പരീക്ഷയിൽ ആക്ച്വലി ഒരു 100-110 മാർക്കിന് മാത്രമേ നിങ്ങൾക്ക് എക്സ്ട്രാ പഠിക്കാനുള്ളൂ. ബാക്കിയൊക്കെ പ്രിലിംസ് പഠിക്കുന്നതിന്റെ കൂടെ കവേർഡായി പോകുന്ന ഏരിയയാണ്. ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നൊക്കെ പറയുന്ന പോലെ ഞാൻ ഈ പറഞ്ഞ സ്റ്റഡി പ്ലാൻ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ പ്രിലിംസും മെയിൻസും നിങ്ങൾക്ക് ഒരുമിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റും. ഞാൻ മുമ്പ് പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ തന്നെയാണ്. അതിനെ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഈ സ്റ്റഡി പ്ലാൻ വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ബുക്ക് ലിസ്റ്റുകൾ ഉപയോഗിച്ച് പഠിച്ചു തുടങ്ങിയാൽ മതി. അതല്ല, നിങ്ങൾക്ക് ഈ സ്റ്റഡി പ്ലാൻ അനുസരിച്ചുള്ള ഒരു അഫോർഡബിൾ ബാച്ച് വേണം, ഒരു മെന്ററിന്റെ സപ്പോർട്ടോടു കൂടി പഠിക്കണം, റെക്കോർഡ് ക്ലാസ്സസ് വേണം, ലൈവ് ക്ലാസ്സസ് വേണം, റിവിഷൻ ക്ലാസ്സുകൾ വേണം, മോക്ക് ടെസ്റ്റ് വേണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രിലിംസ് പ്ലസ് മെയിൻസ് പ്ലസ് ഇന്റർവ്യൂ ബാച്ചിലേക്ക് നിങ്ങൾക്ക് വരാവുന്നതാണ്. ഒരു അഫോർഡബിൾ ഫീസ് സ്ട്രക്ചർ ആണുള്ളത്. കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. ഒന്നെങ്കിൽ വിളിക്കാം, അല്ലെങ്കിൽ ടെലിഗ്രാം മെസ്സേജ് അയക്കാം. മെന്റേഴ്സ് തന്നെയാണ് ആ നമ്പർ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ PDF ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തേക്കാം. ചാനലിന്റെ ലിങ്കും ഞാൻ കമന്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ വെച്ച് തന്നെ നിങ്ങൾ പഠിക്കാം. നിങ്ങൾ സെൽഫ് സ്റ്റഡി ആണെങ്കിലോ അതല്ല, അപ്പൊ ഞങ്ങളുടെ ബാച്ചിലേക്ക് വരികയാണെങ്കിൽ പോലും ഈ സ്റ്റഡി പ്ലാൻ ഉൾക്കൊണ്ടിട്ട് വേണം അങ്ങോട്ടേക്ക് വരാൻ. ബിക്കോസ് ഈ കണ്ടിരിക്കുന്നത് മെയിൻസിന്റെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് പരീക്ഷയുടെ പേപ്പർ 1ന്റെ സിലബസ് ആണ്. ഈ പേപ്പറിനകത്ത് ഈ ലൈഫ് സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി ഈ 3 ടോപ്പിക്സ് ഒഴിച്ച് മറ്റുള്ള എല്ലാ ടോപ്പിക്കുകളും നമ്മൾ പ്രിലിംസിന് പഠിക്കുന്നതാണ്. ഹിസ്റ്ററി പ്രിലിംസിലേക്ക് വരുമ്പോൾ മിഡീവൽ ഇന്ത്യയും കൂടെ എക്സ്ട്രാ വരും. ജോഗ്രഫി നമ്മൾ പ്രിലിംസിന് പഠിക്കുന്നതാണ്. എക്കണോമിക്സിനെ ചെറിയ ചില വ്യത്യാസമുള്ളൂ, ബാക്കി ഏരിയാസ് ഒക്കെ പ്രിലിംസിന് പഠിക്കുന്നതാണ്. ഇതെല്ലാം പ്രിലിംസിന്റെ ഡിക്റ്റോ കോപ്പിയാണ്. വിച്ച് മീൻസ് ഈ 21 മാർക്ക് ഒഴിച്ചുള്ള ബാക്കി 79 മാർക്കും നമ്മൾ പ്രിലിംസിൽ കവർ ചെയ്യുന്നതാണ്. അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയുടെ മെയിൻസ് പരീക്ഷയുടെ പേപ്പർ 1ലെ 79% ഏരിയകളും അല്ലെങ്കിൽ 79 മാർക്കുള്ള കാര്യങ്ങളും നിങ്ങൾ പ്രിലിംസിന് വേണ്ടി പഠിക്കുന്നതാണ്. പക്ഷേ മെയിൻസിലേക്ക് വരുമ്പോൾ ഹിസ്റ്ററിയിലും ജോഗ്രഫിയിലും കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ പഠിച്ചിരിക്കണം. അതുകൊണ്ട് തന്നെ പ്രിലിംസിന് തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾ മെയിൻസ് നിലവാരത്തിൽ ആ ഒരു കുറച്ചും കൂടെ എക്സ്ട്രാ റീഡിങ് മതിയല്ലോ, ആ രീതിയിൽ തന്നെ തയ്യാറെടുക്കുക. അപ്പോൾ തന്നെ ഇത്രയും ഒരു സിംഹഭാഗം നിങ്ങൾക്ക് മെയിൻസിന്റെ കവേർഡായി കിട്ടും. ഹിസ്റ്ററി പഠിക്കുമ്പോൾ ജോഗ്രഫി, എക്കണോമിക്സ് അല്ലെങ്കിൽ മാത്സ്, IT, സ്പോർട്സ് ഒക്കെ പഠിക്കുമ്പോൾ ആ ഒരു നിലവാരത്തിൽ തന്നെ പഠിച്ചാൽ മതി. പ്രിലിംസിന് പഠിക്കണം ചിന്തിക്കണ്ട. മെയിൻസ് എഴുതുന്നത് മെയിൻസ് പരീക്ഷയ്ക്ക് എക്സാം ഹോളിൽ പോയിരുന്ന മെയിൻസ് എഴുതുന്നതായിട്ട് തന്നെ വിഷ്വലൈസ് ചെയ്ത് വേണം പ്രിലിംസിന് വേണ്ടി തയ്യാറെടുക്കാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പ്രിലിംസിനൊരു പഠിത്തം, മെയിൻസിനൊരു പഠിത്തം അതില്ല. നിങ്ങൾ മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടി തന്നെ തയ്യാറെടുക്കണം. ഇപ്പൊ ചുരുങ്ങിയ സമയം കൊണ്ട് ഞങ്ങൾക്ക് ഇത്ര റാങ്ക് ഹോൾഡേഴ്സിനെ സൃഷ്ടിക്കാൻ സാധിച്ചതും എനിക്ക് തന്നെ പല റാങ്ക് ലിസ്റ്റിൽ എത്താൻ സാധിച്ചതും ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ നിങ്ങൾ സ്മാർട്ടായിട്ട് വേണം പഠിക്കാൻ. ചുമ്മാ ഹാർഡ് വർക്ക് ചെയ്ത് വാരി വലിച്ച് പഠിക്കുന്നതിന് പകരം ഹാർഡ് വർക്കിനൊപ്പം സ്മാർട്ട് വർക്ക് കൃത്യമായി യൂട്ടിലൈസ് ചെയ്ത് പഠിക്കണം. അപ്പോൾ പ്രിലിംസ് പഠിച്ചു തീരുമ്പോൾ നിങ്ങളുടെ പേപ്പർ 1 മെയിൻസിന്റെ പേപ്പർ 1ന്റെ ഇത്ര ഏരിയ കവേർഡ് ആയിരിക്കണം. ഓക്കെ, ഇനി മറ്റൊരു ഏരിയ നമുക്ക് നോക്കാം, കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ കൊടുത്തിട്ടുള്ളത് കോൺസ്റ്റിറ്റ്യൂഷന്റെ മെയിൻസിന്റെ സിലബസാണ്. പേപ്പർ 2ലാണ് വരുന്നത്. നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഇതിനകത്ത് പുതിയ കുറെ ടോപ്പിക്ക് വന്നതായിട്ട് തോന്നും. ഫോർ എക്സാമ്പിൾ, പാർലമെന്ററി പ്രിവിലേജസ്, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, സബോർഡിനേറ്റ് കോർട്സ്, അല്ലെങ്കിൽ കുറെ പുതിയ സംഭവങ്ങൾ, അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസ്, ലെജിസ്ലേറ്റീവ് റിലേഷൻസ്. ഇതൊക്കെ പ്രിലിംസിന്റെ സിലബസിൽ ഉള്ളതാണ്. ഈ പേരെടുത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ. പ്രിലിംസിന്റെ സിലബസിൽ പാർലമെന്റ് വരുന്നുണ്ടല്ലോ, അപ്പോൾ പാർലമെന്ററി പ്രിവിലേജ് അതിനകത്ത് വരുന്നൊരു കാര്യമാണ്. അവിടെ ഈ ഒരു പേരെടുത്ത് പറയുന്നില്ലെങ്കിലും ഈ സിലബസ്, അതായത് മെയിൻസിലെ കോൺസ്റ്റിറ്റ്യൂഷന്റെ സിലബസ് എല്ലാം നിങ്ങൾക്ക് പ്രിലിംസിലും പഠിക്കാനുള്ളതാണ്. ഇപ്പൊ അമെൻമെന്റ് ആയിക്കോട്ടെ, എമർജൻസി ആയിക്കോട്ടെ, എന്താണെങ്കിലും മെയിൻസിനും പഠിക്കാനുള്ളതാണ്, പ്രിലിംസിനും പഠിക്കാനുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ,
ഈ ഒരു 12ഉം 8ഉം 20 മാർക്കിന്റെ മെയിൻസ് ടോപ്പിക് നിങ്ങൾ പ്രിലിംസ് പഠിക്കുമ്പോൾ തന്നെ കവർ ചെയ്യണം. ഞാൻ പറഞ്ഞു പ്രിലിംസിന് പഠിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടെ ആഴത്തിൽ ഇറങ്ങി വേണം മെയിൻസിന് പഠിക്കാൻ. എന്നാൽ എന്താ ഒരു മണിക്കൂർ നിങ്ങൾ എക്സ്ട്രാ ചിലവാക്കുക, കുഴപ്പമില്ല, നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് ഒരു ജോലിയിലേക്ക് എത്താം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മെയിൻസ് പരീക്ഷകൾ വരുമ്പോൾ ഇൻ എഫക്ട് നിങ്ങൾ പുതിയതായി പഠിക്കേണ്ടത് 100-110 മാർക്കിന്റെ മേഖല മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ പ്രിലിംസിൽ കവർഡായി പോവാണ്. ആ മെയിൻസ് ഒള്ളി ടോപ്പിക് എന്ന് പറയുന്ന ആ ഏരിയ ഇതിനേക്കാളും എളുപ്പമാണ്, പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഏരിയാസ് ആണ്. ഞാനത് കാണിച്ചു തരാം. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അത് തീരുമാനമായി, മറ്റ് GK സബ്ജക്റ്റുകളുടെ കാര്യത്തിലും തീരുമാനമായി. മെയിൻസ് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ പഠിക്കാം. അപ്പൊ പ്രിലിംസ് നമ്മൾ ഓട്ടോമാറ്റിക്കായി പാസ്സാകിയോളും. ഒരു വെടിക്ക് രണ്ട് പക്ഷി. പ്രിലിംസിന് നിങ്ങൾ ആരും പഠിക്കുന്നില്ല, മെയിൻസിന് വേണ്ടിയിട്ട് മാത്രമാണ് പഠിക്കുന്നത്. മെയിൻസിന് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി പ്രിലിംസ് സ്വാഭാവികമായും പാസ്സാവും. ഓക്കെ. അപ്പൊ മറ്റൊരു ഏരിയ മെയിൻസിൽ പുതിയതായി ആഡ് ചെയ്യപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ഏരിയ ആണ് മൊഡ്യൂൾ 7 എൻവയോൺമെന്റ് ആൻഡ് ക്ലൈമറ്റ് എന്ന ഏരിയയിലാണ് ഇത് വരുന്നത്. പക്ഷെ ഇതൊക്കെ പ്രിലിംസിൽ നമ്മൾ കവർ ചെയ്യുന്നതാണ് പിള്ളേരെ. ഇപ്പോ റിവേഴ്സ് ഓഫ് കേരള ജോഗ്രഫി നമ്മൾ പഠിക്കുന്നതല്ലേ. ഡിഫറെന്റ് ബേസിക് കോൺസെപ്റ്റ് ഓഫ് എക്കോസിസ്റ്റം ആൻഡ് ബയോഡൈവേഴ്സിറ്റി, ഫോറസ്റ്റ്, ഡെസേർട്ട്, അക്വാറ്റിക് എക്കോസിസ്റ്റം, ഇതൊക്കെ ഇത് പ്രിലിംസിന്റെ സിലബസ് ആണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. ഇതൊക്കെ ബയോഡൈവേഴ്സിറ്റി നമ്മൾ കവർ ചെയ്യുന്നതല്ലേ. ലീഗൽ ഫ്രെയിംവർക്ക് നമ്മൾ പ്രിലിംസിൽ പഠിക്കുന്നതാ. അത് തന്നെ മറ്റൊരു പേരിൽ കൊടുത്തിരിക്കുന്നതാണ് എൻവയോൺമെന്റൽ ലോസ് ഇൻ ഇന്ത്യ. ലീഗൽ ഫ്രെയിംവർക്ക് തന്നെയാണ് എൻവയോൺമെന്റ് ലോയിൽ വരുന്നത്. ചെറിയ ചില മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ, അത് നമ്മൾ പഠിക്കും. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചിലപ്പോൾ 1 മണിക്കൂർ എക്സ്ട്രാ ഇരുന്ന് പഠിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കണം, മെയിൻസിന്റെ മൊഡ്യൂൾ 7 10 മാർക്കിന്റെ ഈ ടോപ്പിക്ക് പ്രിലിംസിലും ഉപകാരപ്പെടുന്നത് തന്നെയാണ്. അപ്പോ ഇതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് മനസ്സിലായോ? PSC പബ്ലിഷ് ചെയ്യുന്ന സിലബസുകളിൽ കൃത്യമായിട്ടുള്ള സൂചനകൾ, ഷോർട്ട് കട്ട്സ് ഉണ്ടായിരിക്കും. അത് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്നാണ് PSC ചെക്ക് ചെയ്തത്. നമ്മളത് കണ്ടെത്തി. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കാം. PSC നോക്കുന്നു അതാ, സിലബസ് തുടക്കം മുതൽ അവസാനം വരെ 100% പെർഫെക്ഷനിൽ പഠിച്ചു തീർക്കണമെങ്കിൽ ഒരു മനുഷ്യായുസ് പോരാ. പക്ഷേ PSCക്ക് അറിയാം, PSCക്ക് വേണ്ടത് ഒരു ബ്യൂറോക്രാറ്റിനെയാണ്, കൊണ്ടുപോയി ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്യൂറോക്രാറ്റിനെയാണ്. ഈ സിലബസ് സ്മാർട്ടായിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നുണ്ടോന്നായി അവർ നോക്കുന്നുള്ളൂ, അല്ലാതെ പണ്ഡിതന്മാരെ അല്ല അവർ നോക്കുന്നത്. ഈ കണക്ഷൻ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഈ രീതിയിൽ സ്റ്റഡീസ് നമുക്ക് സിങ്ക്രണൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതാണ് നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നെ പഠിക്കുക. എൻവയോൺമെന്റൽ സയൻസ് പ്രിലിംസിലും ഉണ്ട്, മെയിൻസിലും ഉണ്ട്. കുറച്ച് വ്യത്യാസം മാത്രമേ മെയിൻസിലേക്ക് വരുമ്പോൾ ഉള്ളൂ. നിങ്ങളുടെ മനസ്സിൽ ഇതിരിക്കണം. അപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ വെച്ച് തന്നെ നിങ്ങൾ പഠനം മുന്നോട്ട് കൊണ്ടുപോകാം. മെയിൻസിന് മാത്രമായി, പ്രിലിംസിന് ഒരു ഉപകാരം ഇല്ലാത്ത മെയിൻസ് ഉള്ളി ടോപ്പിക് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് അഡ്മിനിസ്ട്രേഷൻ, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്, പേപ്പർ 2 മെയിൻസ് പേപ്പർ 2 മൊഡ്യൂൾ 1 മൊഡ്യൂൾ 2 ആണ്. പിന്നെ ഗവർണൻസിന്റെ കുറച്ച് ഏരിയാസ്, പിന്നെ കേരള എക്കണോമി, അതും ചില ഏരിയാസ്, ലാൻഡ് റിഫോംസ് ഒക്കെ പ്രിലിംസിലും മെയിൻസിലും ഉണ്ട് കേട്ടോ. അപ്പൊ എൻ്റെ ഒരു അനാലിസിസിൽ മിനിമം മെയിൻസിന് നമ്മളൊരു ഏകദേശം ഒരു 100 മുതൽ 110 മാർക്കിന്റെ ഏരിയാസ് മാത്രമാണ് എക്സ്ക്ലൂസീവായിട്ട് പഠിക്കേണ്ടത്. ബാക്കി ഏകദേശം പകുതി സിലബസും പ്രിലിംസ് പഠിക്കുമ്പോൾ അതിനകത്ത് കവേർഡായി പൊക്കോളും. ഈ 100-110 മാർക്കിന്റെ സിലബസ് എന്ന് പറയുന്നത് ഭയങ്കര ലളിതമാണ്. പ്രിലിംസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട അത്രയും സമയം, ഇപ്പൊ പ്രിലിംസിൽ 100 മാർക്കിന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടുന്ന സമയത്തിന്റെ പകുതിയുടെ പകുതി മെയിൻസിന്റെ 100 മാർക്കിന്റെ ഈ ടോപ്പിക്കിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഉദാഹരണത്തിന് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, ഏറ്റവും എക്സോട്ടിക് ആയിട്ടുള്ള സിലബസ് അതാണ്. അതൊക്കെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. വോളിയം ഉണ്ട് ഇല്ലെന്നല്ല, പക്ഷെ ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്ന അത്രയും, എക്കണോമിക്സ് പഠിക്കുന്ന അത്രയോ ബുദ്ധിമുട്ടുള്ള ടോപ്പിക്സ് അല്ലത്. പിന്നെ നമുക്ക് എപ്പോഴും അറിയാം PSC നോക്കുന്നത് എന്താ, സ്മാർട്ട് ആണോ നിങ്ങൾ എന്നുള്ള കാര്യമാണ്. സ്മാർട്ട് സ്റ്റഡി പ്ലാൻ അനുസരിച്ച് പഠിക്കുന്ന കുട്ടികളാണ് നിങ്ങൾ ഓരോരുത്തരും. ഈ രീതിയിൽ പഠിച്ച് അങ്ങ് മുന്നോട്ട് പോവുക. അപ്പം നിങ്ങൾ ചോദിക്കുന്ന ഒരു സംശയം, എല്ലാവരും ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എല്ലാവരും ഇങ്ങനെ പഠിക്കുന്നത്, ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്നെങ്കിലും വീഡിയോ ഇത്രയും പേര് കാണുന്നെങ്കിലും ഞാൻ ഈ പറയുന്ന ഫ്രെയിംവർക്കിൽ പഠിക്കാനുള്ള അച്ചടക്കം കുറച്ച് ആൾക്കാരെ കാണിക്കത്തുള്ളൂ. ബഹുഭൂരിപക്ഷം ആൾക്കാരും ആ പ്രിലിംസ് എങ്ങനെയെങ്കിലും പാസ്സായിട്ട് മെയിൻസിനെ പഠിക്കാന്നുകൊണ്ടിരിക്കുക. എന്തായാലും കഷ്ടപ്പെടണം. പ്രിലിംസിന് മാത്രമായിട്ട് പഠിക്കുമ്പോഴും കഷ്ടപ്പെടണം, ഞാൻ ഈ പറഞ്ഞ ഫ്രെയിംവർക്കിൽ പഠിക്കുമ്പോഴും കഷ്ടപ്പെടണം. കഷ്ടപ്പെടാതിരിക്കുക എന്തായാലും ഒക്കത്തില്ല. ഞാൻ ഈ പറഞ്ഞ ഫ്രെയിംവർക്കിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വിജയ സാധ്യത ഭയങ്കരമായിട്ട് ഒരു 10 ഇരട്ടിയായിട്ട് മാറും. പക്ഷേ ഈ സിസ്റ്റത്തിൽ, ഈ ഒരു ഫ്രെയിംവർക്കിൽ പഠിക്കാനുള്ള അച്ചടക്കം നിങ്ങൾ എത്ര പേര് കാണിക്കും എന്ന് കമന്റ് സെക്ഷനിൽ പറയാം.
സോ ഓൾ ദ ബെസ്റ്റ്. നന്നായി തന്നെ പഠിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓൾ ദ ബെസ്റ്റ്. ബൈ.